ഞങ്ങളൊരു 4 ദിവസം വീട്ടിലില്ലായിരുന്നേ. തിരിച്ചു വന്നു കഴിഞ്ഞ് നേരെ ഞാൻ ഗാർഡനിലോട്ടാണ് പോയത്. എല്ലാം എന്നാ പറയുന്നത്, ഡെഡ് ഫ്ലവേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ്, അങ്ങനെ കളഞ്ഞാലേ ഉള്ളൂ പുതിയ ഫ്ലവേഴ്സ് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ അവിടുത്തെ കോസ്മോസിൻ്റെ സീഡ് അടുത്ത കൊല്ലത്തേക്ക് കളക്ട് ചെയ്യാന്ന്. അങ്ങനെ അതിൻ്റെ സീഡ് കളക്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ മാരിഗോൾഡ് തന്നെ ജമന്തി പൂവൊക്കെ നല്ല നല്ല സ്റ്റൈലായിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറെ വളവും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് പോയത്. നോക്കിയപ്പോൾ ചീരയൊക്കെ അടുത്ത കറി വെക്കാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. കുറേ ചീരയും പറിച്ചെടുത്ത് റോസിൻ്റെ ഡെഡ് ഫ്ലവേഴ്സ് എല്ലാം ചെയ്ത് നോക്കി വന്നപ്പോഴത്തേക്കിനും പുതിയൊരു വെറൈറ്റി ഡാലിയ പൂവ് ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ ഡാലിയ എല്ലാം നന്നായിട്ടുണ്ട്. അങ്ങനെ വാതിക്കൽ നിന്ന കോസ്മോസിൻ്റെ സീഡ്സും ഞാൻ കളക്ട് ചെയ്ത് കുറേ ചീരയും പറിച്ച് കറങ്ങി നോക്കിയപ്പോഴത്തേക്കിനും ഒരു സ്പൈഡർ ഒളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കറങ്ങി വന്ന് നോക്കിയപ്പം വീണ്ടും വേറെ സ്പൈഡർ. തക്കാളിക്കൊന്നും മൂത്തിട്ടില്ല, അത് കാരണം എല്ലാ തക്കാളിക്കൊന്നും പറിച്ചില്ല. കുറേയേറെ പർപ്പിൾ മുളകുണ്ടായിരുന്നു, അത് പറിച്ചെടുത്ത് അതിനകത്ത് ഒരെണ്ണം നല്ലത് നോക്കി അടുത്ത കൊല്ലം സീഡിന് വേണ്ടിയിട്ട് നിർത്തി. അതായത് അടുത്ത കൊല്ലം പിന്നെ ഞാൻ വാങ്ങണ്ടല്ലോ, അങ്ങനെ അതായി. പിന്നെ കുറേ ബീൻസ് ഉണ്ടായിരുന്നു. പർപ്പിൾ കളറിലെ ബീൻസ് ഞാൻ ഉദ്ദേശിച്ച പോലെ ഉണ്ടായില്ല. ഞാൻ ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ച പോലെ പർപ്പിൾ കളർ ബീൻസ് എനിക്ക് കിട്ടിയില്ല. അത് കാരണം ഞാൻ അടുത്ത കൊല്ലം അത് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കുറേ ഗ്രീൻ പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധാരണ എനിക്ക് ബീൻസ് കിട്ടുന്ന വെച്ച് നോക്കുമ്പം ഈ കൊല്ലം എൻ്റെ ഹാർവസ്റ്റ് ഇച്ചിരി മോശമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്രയൊന്നും അല്ല, എനിക്ക് ഏറെ നന്നായിട്ട് ബീൻസ് കിട്ടുന്നതാണ്. പിന്നെ ജോലിത്തിരക്ക് കാരണം എനിക്ക് വളം ഇടാനും വെള്ളം ഒഴിക്കാനും ഒന്നും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടായിരിക്കാം അടുത്ത കൊല്ലം ഞാൻ ഇനി ഇച്ചിരി കൂടെ വിപുലമായ രീതിയിൽ ട്രൈ ചെയ്യും. അങ്ങനെ ഇപ്പോഴേ നോക്ക്, ഇഷ്ടം പോലെ ബീൻസ് ഉണ്ട്. എന്നാലും കുറച്ച് തരക്കേടില്ലാത്ത രീതിയിൽ കിട്ടി. അങ്ങനെ കുറേ ബീൻസ് പറിച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ നോക്കിയപ്പോഴത്തേക്കിനും അതിൻ്റെ പുറകിൽ പൊട്ടറ്റോ ഉണ്ടായി നിൽക്കുന്നു. അത് ഫ്ലവറിങ് സ്റ്റേജിൽ നിൽക്കുവാണ്. എനിക്ക് പൊട്ടറ്റോ കിട്ടുമോ എന്നറിയത്തില്ല, എനിവേ നോക്കാം. അത് തന്നെ ഉണ്ടായി വന്ന പൊട്ടറ്റോ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഗ്രീൻ ഹൗസ് ചെന്ന് നോക്കിയപ്പം അവിടെ ടൊമാറ്റോ ഒക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. കുറേ കുക്കുംബറും കിട്ടി, സാലഡ് കുക്കുംബർ. അങ്ങനെ എനിക്ക് ഹസ്ബൻഡ് ടൊമാറ്റോയും പറിച്ചു തന്ന്. കണ്ടില്ലേ, ഗ്രേപ്സ് പോലെ ഉണ്ടല്ലേ. ഈ ടൊമാറ്റോയുടെ പേര് ബ്ലാക്ക് ബ്യൂട്ടി എന്നാണ്. പിന്നെ ഇതിൻ്റെ പേര് എന്തുവായിരുന്നു, ആ ടൊമാറ്റോയുടെ പേര് റപ്പൻസിൽ എന്നാണ്. അതായത് ഇങ്ങനെ നീണ്ട് മാല പോലെ കിടക്കുന്ന കാരണം, റപ്പൻസിലിൻ്റെ മുടി നീണ്ട് മാല പോലെ കിടക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും ആ പേരിട്ടത്. വീണ്ടും കുറേ ബീൻസ് കൂടെ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മത്തങ്ങയൊക്കെ ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കി. ഇത്തവണ ഓണത്തിന് എനിക്ക് 3 മത്തങ്ങയുണ്ട് മൊത്തം. പിന്നെ ഒരു ബേബി മത്തങ്ങ ഉണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചെടുത്ത് സാമ്പാറിനിട്ടു. കാരണം എനിക്ക് തോന്നി ആ മത്തങ്ങ അങ്ങോട്ട് മൂക്കുന്ന